ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരും കർത്താവിന് പ്രിയരും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നവരുമായ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ദൈവത്തിൻ്റെ വചന കേൾവിക്കായി സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ഒരനുഗ്രഹീത സന്ദർഭം കൂടെ സത്യസന്ധമായി വിനിയോഗിപ്പാൻ ഈ തിരക്കുള്ള ലോകത്ത്, തിരക്കുള്ള ദിവസങ്ങളിൽ ആത്മാർത്ഥതയോടെ സമയം കണ്ടെത്തി ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുന്ന, ശാന്തമായി ദൈവത്തിൻ്റെ ഇമ്പമുള്ള വാക്കുകൾക്കായി ദൈവസന്നിധിയിൽ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മെ ഇത്രത്തോളം സ്നേഹിക്കുകയും നടത്തുകയും ചെയ്യുന്നതിന് എല്ലാ ദിവസവും നമുക്ക് അനിവാര്യമായ ദൈവത്തിൻ്റെ ആലോചനയാൽ നമ്മളെ ധന്യരാക്കുന്നതിന് നമ്മുടെ കർത്താവിന്, ആത്മരക്ഷകന്, എൻ്റെ വീണ്ടെടുപ്പുകാരന് എല്ലാ മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ നല്ല കർത്തൃദിവസം ഒരു കർത്തൃദിന ചിന്തയായി ദൈവസന്നിധിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നൊരു ദൈവാലോചന, തിരുവെഴുത്തിൽ നിന്നൊരു വാക്യം വായിച്ച് നിങ്ങളോട് വിശദീകരിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ റോമാലേഖനം 2-ാം അധ്യായം 21-ാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? ആദ്യത്തെ ഭാഗം മാത്രം നമുക്കെടുക്കാം, അതൊന്നുകൂടെ വായിക്കാം. ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? ഇംഗ്ലീഷിലാണെങ്കിൽ ആ വാക്യം ഇങ്ങനെ: ആസ് യു ടീച്ച് അതേഴ്സ് ഡു യു ഫെയിൽ ടു ടീച്ച് യുവർ സെൽഫ്. നീ നിന്നെ പഠിപ്പിക്കുന്നതിൽ ഫെയിലായി, പരാജയപ്പെട്ടുവെന്ന്. ശ്രദ്ധേയമായിരിക്കുന്നൊരു വാചകമാണത്. വിശുദ്ധ ബൈബിൾ ഇതുപോലത്തെ ചെറിയ ചിന്തകൾ വലിയ ആശയങ്ങൾ സമ്മാനിക്കുന്നതാണ്. ഞാൻ ആ വാക്യം മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ലാഘവ മനസ്സോടെ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത് എന്ന് പറഞ്ഞങ്ങ് വിടുകയാണ്. കുറച്ചുകൂടെ അർത്ഥഗാംഭീര്യം, വാക്കുകൾ കൊണ്ട് കുറച്ചുകൂടെ ബോധവൽക്കരണം നമുക്ക് തരുന്നത് ഒരല്പമെങ്കിലും ആംഗലേയ ഭാഷ ജ്ഞാനമുണ്ടെങ്കിൽ ആ വാക്യം എത്ര ശ്രദ്ധേയമായ വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഡു യു ഫെയിൽ ടു ടീച്ച് യുവർ സെൽഫ്. നീ നിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പരാജിതനായി. ഒത്തിരി തോൽവിയാണ് നീ. ഏത് കാര്യത്തിൽ? മോളിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ പരീശനെ അല്ല യഹൂദനെ പൗലോസ് അപ്പോസ്തലൻ വിമർശിക്കുകയാണ്. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുകയും അവരെ ശാസിക്കുകയും അവരെ വീട്ടിൽ ചെന്നിരുന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ശക്തന്മാരായിരിക്കുന്ന ശാസ്ത്രിമാർ യഹൂദന്മാരുടെ ഇടയിലുണ്ട്. പക്ഷെ അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവർ പരാജയപ്പെട്ടു പോയൊരു കാര്യം ധന്യനായ പൗലോസ് അവരുടെ കൂടെ നടന്ന് വളർന്ന് അവരെ കണ്ടറിഞ്ഞൊരു മനുഷ്യൻ അവരോട് പറയുകയാണ്: നീ ഭയങ്കര പരാജയമാണ്. ചിലപ്പോൾ അങ്ങനെ പറയില്ലേ, പിള്ളേരൊക്കെ തമാശന് പറഞ്ഞേക്കാം, ഓ നീ ഭയങ്കര പരാജയമാട്ടോ. അത് നിങ്ങളുടെ തമാശത്തിന് പറയുന്നതായിരിക്കാം. ചിലപ്പോൾ മണ്ടത്തരങ്ങൾ പറയുമ്പോഴോ, ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴോ, അന്നേരം അവരെല്ലാം കൂടി ഗ്യാങ് കൂടിയിരിക്കാൻ പറയുന്നതാ, ഈടാ നീ എന്തോ പരാജയാടാ. പക്ഷെ അത് ഗൗരവമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു: നീ നിന്നെ തന്നെ പഠിപ്പിക്കുന്നതിൽ പരാജിതനായിരിക്കുന്നു. നിന്നെ തന്നെ പഠിപ്പിക്കുന്നതിൽ പരാജിതനായിരിക്കുന്നു. അപ്പോൾ ഒരായുസ് കൊണ്ട് ഒരുപാട് പേര് നമ്മെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? കുഞ്ഞുനാളിൽ അപ്പൻ നമ്മളെ കയ്യെ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചു. അമ്മ നമുക്ക് ആദ്യമൊക്കെ ആഹാരം വാരിത്തന്നു. പിന്നെ വലിയൊരു പാത്രത്തിൽ ചോറ് തന്നിട്ട് ചോറ് താഴെ വീഴാതെ കഴിക്കാൻ പ്രായത്തിനനുസരിച്ച് ശാസിച്ചും ഗുണീകരിച്ചൊക്കെ നമ്മളെ പഠിപ്പിച്ചു. അധ്യാപകർ നമ്മളെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ജ്ഞാനം പഠിപ്പിച്ചു. സൺഡേ സ്കൂൾ അധ്യാപകർ നമുക്ക് വചനം പഠിപ്പിച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർ പഠിപ്പിച്ചു. പക്ഷെ മറ്റു പലരും നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല കാര്യം. അതിനപ്പുറം നാം നമ്മെ തന്നെ പഠിപ്പിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു മറുവശം, നാം നമ്മെ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറേ ദുർശീലങ്ങളുണ്ട്. ചിലർക്ക് ചിലതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ചിലർക്ക് ചില കാര്യങ്ങൾ നടത്തിയെങ്കിലേ മറ്റു ചില കാര്യങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ നാം ചൊട്ടയിൽ മുതൽ ചില കാര്യങ്ങൾ നമ്മെ തന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് വലിയ അപകടമാണ്.
നാം നമ്മെ തിരിച്ചറിവിന് പ്രായമായി കഴിയുമ്പോൾ മുതൽ ഈ വാക്ക് ശ്രദ്ധിച്ചോളണം. നമ്മെ തന്നെ പല കാര്യങ്ങളും പഠിപ്പിക്കണം. സാഹചര്യമനുസരിച്ച് ജീവിക്കാൻ, ചെന്ന സ്ഥലത്തുള്ള ആളുകളെ മനസ്സിലാക്കിയിട്ട് അവരുടെ നടുവിൽ ജീവിക്കാൻ, ഇല്ലേ? അതൊക്കെ പഠിപ്പിക്കണം, നമ്മെ തന്നെ പഠിപ്പിക്കണം. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുകയാണ്. എന്നെ ഒന്നും അങ്ങനെ അയക്കാൻ പറ്റത്തില്ല, കർത്താവിന് എന്താ വേറെ പണിയൊന്നുമില്ല, മണ്ടനാണോ കർത്താവ്? ഞങ്ങൾ കുഞ്ഞാടല്ലേ, ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയച്ച് ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ സമരം ചെയ്യാന്നുള്ളൂ. പക്ഷെ കർത്താവ് ചിലപ്പോൾ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയച്ചാൽ കുഞ്ഞാടുകൾ ചെന്നായ്ക്കളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ തന്നെത്താൻ പഠിപ്പിക്കണം. നാം നമ്മെ പഠിപ്പിക്കണം. അതുകൊണ്ട് യശയാവിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ദാസനെ പോലെ ചെകിടൻ ആരുള്ളൂ, എൻ്റെ ദാസനെ പോലെ കുരുടൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ചിലതൊക്കെ കണ്ടില്ലെന്ന് വെക്കണം, ചിലതൊക്കെ നമ്മളെ നാം പഠിപ്പിക്കുന്നത് പോലെയാണ്. നമുക്ക് ചിലത് ആരെങ്കിലും പറയുമ്പോഴേക്കും പൊട്ടിത്തെറിച്ചു, ഇപ്പം കൂട്ടി ചോദിച്ചേ പറ്റൂ, ഇപ്പം തെളിയിച്ചേ പറ്റൂ, ഇപ്പം ഇവിടെ വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാത്തതൊക്കെ പഠിപ്പിച്ച് വെച്ചാൽ ഒരിടത്തും നീ ഫിറ്റാവില്ല, ഒരിടത്തും നീ ചേരുകയില്ല, ഒറ്റപ്പെടും. അവസാനം ആരും ഉണ്ടാവില്ല. ഇപ്പം ഈ പറയുന്ന അപ്പനും അമ്മയൊക്കെ കുറേ കാലം കഴിയുമ്പോൾ പ്രായമാകുമ്പോൾ അവർ മരിച്ചു പോവില്ലേ? ഇപ്പം ഈ പറയുന്ന ആങ്ങളെയൊക്കെ അവൻ്റെ സ്വന്തം കാര്യം നോക്കി പോവില്ലേ? ഇപ്പം ഈ പുറകെന്ന് പറയുന്ന കൂട്ടുകാരനൊക്കെ അവൻ്റെ വഴിക്ക് ഒരു വിസ കിട്ടിയാൽ അവൻ്റെ വഴിക്ക് പോകത്തില്ലേ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേദപുസ്തകം പറയുന്ന കൊച്ചു കൊച്ചു വാക്കുകൾ പോലും മനസ്സിൽ കരുതിയിട്ട് നാം നമ്മെ തന്നെ പലതും പഠിപ്പിക്കണം. ഇന്നു മുതൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏത് പ്രായത്തിലാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവർ നമ്മളെ പഠിപ്പിച്ചതിനപ്പുറം നാം സാഹചര്യമറിഞ്ഞ്, നിലയറിഞ്ഞ്, നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥിതി അറിഞ്ഞ് നാം നമ്മെ തന്നെ പഠിപ്പിച്ചേ പറ്റൂ. ചില വാക്കുകൾ ഞാൻ വേദപുസ്തകത്തിനകത്ത് ഇതുപോലെ കണ്ടിട്ടുണ്ട്. നാം നമ്മോട് ചെയ്യേണ്ടത് ചില വാക്കുകളുണ്ട്. നാം നമ്മെ തന്നെ വഞ്ചിക്കരുത് എന്നൊരു വാക്ക് ബൈബിളിൽ പല ആവർത്തി പറയുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രയോഗമാണ് നാം നമ്മെ തന്നെ ബഹുമാനിക്കണം. നമ്മളോട് നമുക്ക് ബഹുമാനം ഉണ്ടാവണം. നമ്മളെന്നെ വെറും മൺപൊടിയാണോ? അല്ലല്ലോ. ദൈവത്തിൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട്, ചിലപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെയും ശരീരഘടന ഒരുപോലെ ആയിരിക്കുകയില്ല, എല്ലാവരുടെയും തൊലിയുടെ കറവും സൗന്ദര്യമൊക്കെ ഒരുപോലെ ആയിരിക്കുകയില്ല. 10 പേർ ഒരുമിച്ച് പോകുമ്പോൾ നീ ഇച്ചിരി കറുത്തതായിരിക്കാം, ഇച്ചിരി പൊക്കം കുറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ മുടി എന്തുവാട്ടെ. നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മളോടുള്ള ബഹുമാനം പോകരുത്. നാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. സ്വർഗം നമ്മെ ഈ ലോകത്തിൽ നിനക്ക് വേണ്ടതൊക്കെ തന്ന് സൃഷ്ടിച്ചു, ഒന്നും കുറവ് വരുത്തിയിട്ടില്ല. മറ്റവനെ ആ രീതിയിൽ സൃഷ്ടിച്ചു, അതിന് അതിൻ്റേതായ ഉദ്ദേശം കാണും. എന്നെ ഈ രീതിയിൽ സൃഷ്ടിച്ചു, അതിന് അതിൻ്റേതായ ഉദ്ദേശം കാണും. അപ്പോൾ നാം നമ്മെ ബഹുമാനിക്കണം. നമുക്ക് നമ്മളോട് യാതൊരു റെസ്പെക്റ്റും ഇല്ലെങ്കിൽ നമ്മൾ തന്നെത്താൻ നശിക്കത്തേ ഉള്ളൂ. രണ്ടാമതൊരു വാക്യമുണ്ട്, നീ നിന്നെ തന്നെ സ്നേഹിക്കണം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നല്ലേ കർത്താവ് പറഞ്ഞപ്പോൾ നിന്നെ ആദ്യം സ്നേഹിക്കണം. നമുക്ക് നമ്മളോട് സ്നേഹമില്ല. ഈ പറയുന്നതിൻ്റെ അർത്ഥം വേറെ ആരെയും സ്നേഹിക്കാതെ നീ സെൽഫായിട്ട് നിന്നെ തന്നെ സ്നേഹിച്ചങ്ങ് ഒതുങ്ങണം എന്നല്ല. പക്ഷെ നിന്നോട് നിനക്ക് സ്നേഹം ഉണ്ടാവണം. മൂന്നാമത്തത്, നീ നിന്നെ തന്നെ ഇഷ്ടപ്പെടണം. ചിലപ്പോൾ ചിലർ തമാശനാണെന്ന് പറയില്ല, എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞാൻ ചെറുപ്പത്തിലെ വളർന്നു വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സൂക്ഷിച്ചോളണം, എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ല. നിനക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആരാ ഇഷ്ടപ്പെടുന്നേ? മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടമായിരിക്കണം. നാം നമ്മെ തന്നെ ഇഷ്ടപ്പെടണം. വേറെ വാക്യം വചനത്തിൽ പറയുന്നുണ്ട്, തന്നെത്താൻ ഒരുക്കണം. നാം നമ്മെ തന്നെ മെയ്ഡ് ഹിംസെൽഫ്, നാം നമ്മെ തന്നെ ഒരുക്കണം. പലതിനും വേണ്ടി, പല കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി, നാളുകളിലേക്ക് വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നൊരു വാക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ഓർത്തിട്ടുണ്ട്, ഇതുപോലത്തെ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുമുണ്ട്. നിന്നെക്കുറിച്ചുള്ള പ്രവചനങ്ങൾക്ക് തക്കവണ്ണം നീ നിന്നെ തന്നെ ഒരുക്കണം, അല്ലെങ്കിൽ നീ നിന്നെ തന്നെ വിശ്വസിപ്പിച്ച് തയ്യാറാക്കണം എന്നാണ് വാക്യത്തിൻ്റെ ധ്വനി. അപ്പോൾ ദൈവം തമ്പുരാൻ നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ നീ നിന്നെ തന്നെ ഒരുക്കിക്കൊള്ളണം.
ഇതാരും ചെയ്യുമെന്നോർത്തിരിക്കരുത്. ആരാണ്ടരെയും പ്രാർത്ഥനയുടെ കെയർ ഓഫിൽ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഞാൻ 4-5 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈ നല്ല ദിവസം നമുക്ക് നമ്മളിലേക്കൊന്ന് നോക്കാം. നാം നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കാം, നമ്മെ തന്നെ ഒന്ന് അടുക്കും ചിട്ടയും ഉള്ളവരാക്കാം. നമ്മളെക്കൊണ്ട് പറ്റും. ഞാൻ ആ 5 വാചകങ്ങൾ: നീ നിന്നെ തന്നെ പഠിപ്പിക്കുന്നതിൽ പരാജിതനാകരുത്, നീ നിന്നെ തന്നെ ബഹുമാനിക്കണം, നിന്നെ തന്നെ സ്നേഹിക്കണം, നിന്നെ തന്നെ ഇഷ്ടപ്പെടണം, നിന്നെ തന്നെ ഒരുക്കണം. ഈ നിലവാരത്തിൽ നാം നമ്മെ കൂടി കുറച്ച് ശ്രദ്ധിക്കണേ. നമ്മുടെ ശരീരത്തിൻ്റെ ഫിറ്റ്നസ് അല്ല ഈ പറയുന്നത്. അകത്തെ മനുഷ്യൻ, ആളത്വം, ആകത്തുക, ആത്മാവ്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നാം നമ്മെ തന്നെ സ്പിരിച്വലി, മെൻ്റലി, ഫിസിക്കലി എല്ലാവിധത്തിലും നാം നമ്മെ തന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഇഷ്ടപ്പെട്ടും ഒരുക്കിയും പഠിപ്പിച്ചും ജീവിതം ഒരു വിജയമാക്കി മാറ്റാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. സ്വർഗം അതിന് നമ്മെ സഹായിക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവിധ ശുഭതയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു ജന്മം ഭൂമിയിൽ തന്നിട്ട് ഞങ്ങളെ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന സ്വർഗീയ പിതാവേ, ജീവൻ്റെ ഉടയവനെ, ജീവിതം ദാനമായി നൽകുന്ന കർത്താവേ, ഞങ്ങൾ ഈ കണ്ട വാക്കുകളെല്ലാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. പരീശന്മാരോടും യഹൂദന്മാരോടും പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ചോദിച്ചു, നീ നിന്നെ തന്നെ പഠിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടില്ലേ? അപ്പാ, ഞങ്ങൾ ഒത്തിരി പേർ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. വേണ്ടും വണ്ണം ഞങ്ങളെ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് അസ്വസ്ഥരായി, പരാജിതരായി, അപമാനിതരായി. എന്നാൽ ഇന്ന് ഈ വാക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് കാണിക്കേണ്ട എല്ലാ കടപ്പാടുകളും നന്നായി ചെയ്യാൻ അനുവദിക്കണം. ഇത് കേൾക്കുന്നവർക്കൊരു വിജയമുണ്ടാകണം. അവരവരെ തന്നെ മാറ്റിയെടുക്കാൻ കൃപ കൊടുക്കണം. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് വരട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.